السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മയെല്ലാം അവന്റെ പള്ളിയിൽ ഈ അനുഗ്രഹീതമായ ദിവസം നമ്മെ ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ നമ്മയെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. സൃഷ്ടികളായ നാം സൃഷ്ടാവാനായ അള്ളാഹുവിനോട് ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി പരിപൂർണ ഈമാനോടെ ജീവിച്ച അവസാനം കലിമത്തു തൗഹീദ് ചൊല്ലി ലോകത്തോട് വിട പറയാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ്. ഒന്നാമതായി ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ പുണ്യപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ സുദിനമാണ്. 1501 ജന്മസുദിനമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. മറ്റൊന്ന്, നമ്മുടെ അഭിമാനമായ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 80ാമത്തെ സുദിനമാണ്, 80ാമത്തെ വാർഷിക ദിനമാണ് നാളെ. ഇത് രണ്ടും ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെയും അതിലുപരി സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ്. കാരണം ഒന്നാമതായി ലോകത്തിന്റെ തന്നെ വിമോചകനായി, മാനവർക്ക് തന്നെ വിമോചകനായി കടന്നു വന്നിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസം. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ മുഴുവനും ഏറ്റവും സന്തോഷിക്കേണ്ട, ഏറ്റവും ആനന്ദിക്കേണ്ട, അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ ആത്മീയതയുടെ തുടുമ്പുണ്ടാകേണ്ട ദിവസം ഏതെന്ന് ചോദിച്ചാൽ അത് ലോകത്തിന് തന്നെ കാരണക്കാരനായി ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്ന ഭൂജാതനായ ദിവസമാണ്. കാരണം നാമായത് നമുക്ക് ദുനിയവിയായ ഉഖ്റവിയായ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതിന്റെ മുഴുവനും കാരണം, അതിന്റെ ഒക്കെയും നിമിത്തം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകന് വിശുദ്ധമായ ഖുർആൻ പല നിലയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞത് മാനവരുടെ മോചകനായി അല്ലാഹു അയച്ചു എന്നാണ്. അഥവാ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന 6ാം നൂറ്റാണ്ട്, ഇരുണ്ട യുഗം. ആ യുഗത്തിൽ മനുഷ്യനെ അടിമത്തത്തിൽ വാഴ്ത്തുന്ന കാലമായിരുന്നു. മനുഷ്യന്റെ അടിമയായി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. മനുഷ്യൻ ദൈവമായി മനുഷ്യനെ തന്നെ പ്രതിഷ്ഠിക്കുന്ന കാലമായിരുന്നു. കയ്യൂപ്പുള്ളവൻ കാര്യക്കാരനാവുന്ന കാലമായിരുന്നു. സത്യമേതെന്ന് മനുഷ്യനെ വേർതിരിച്ചറിയാൻ പറ്റാത്ത കാലമായിരുന്നു. ശക്തൻ അശക്തനെ കീഴടക്കുന്ന കാലമായിരുന്നു. ദുർബലർ മനുഷ്യരുടെ ഇടയിൽ ഒരു വിലയുമില്ലാത്തൊരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിന്റെ പ്രകാശവുമായി ലോകത്തേക്ക് കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ തങ്ങളെ വിശേഷിപ്പിച്ച ഒന്ന് വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം, മനുഷ്യരുടെ കഴുത്തുകളിൽ വരിഞ്ഞി മുരിച്ചിരുന്ന അസ്വാതന്ത്ര്യത്തിന്റെ അടിമത്തത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചു കളയുവാനാണ് ലോകത്തേക്ക് നാം പ്രവാചകനെ നിയോഗിച്ചത്. ആ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ വാക്കാണ്. വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം,
മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിരുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ പൊട്ടിച്ചു കളഞ്ഞ് മനുഷ്യനെ സ്വതന്ത്രരായി ഭൂമിയിൽ ജീവിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു എന്നു. അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ മുഴുവനും അനീതി കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരുന്നു. ശിർക്ക് കൊണ്ട്, ബഹുദൈവ വിശ്വാസം കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരുന്നു. മനുഷ്യന്റെ ചിന്തകൾക്ക് അടയാളപ്പെടുത്തിയ പരിധി നിശ്ചയിച്ച ഒരു കാലഘട്ടം, അടിമത്തത്തിന്റെ കാലഘട്ടം. അതിന്റെ ചങ്ങലകളെ മുഴുവനും വലിച്ചെറിയ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, മനുഷ്യനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രഖ്യാപിക്കുവാൻ ലോകത്ത് പഠിപ്പിച്ചു. ഇങ്ങനെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മനുഷ്യനെ സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളായി മാറ്റി. സത്യമെന്തെന്നറിഞ്ഞുകൂടാതെ അലഞ്ഞിരുന്ന മനുഷ്യരെ സത്യത്തിന് വേണ്ടി പോരാടാൻ പഠിപ്പിച്ചു. കവികൾ പറഞ്ഞതുപോലെ എന്താണ് സത്യം, എന്താണ് സത്യം എന്നറിഞ്ഞുകൂടാതെ ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും ഇഷ്ടപ്പെടാത്തൊരു സമൂഹത്തെ പരിശുദ്ധ ഇസ്ലാമിന്റെ ശാന്തല തീരത്തേക്ക് നയിച്ചിട്ട് അവർക്ക് പ്രകാശത്തിന്റെ വക്താക്കളായി മാറി ലോകത്ത് മുഴുവനും പ്രകാശം സൃഷ്ടിക്കുവാൻ, പ്രകാശം പരത്തുവാൻ പക്വതയുള്ള അതിന്റെ വക്താക്കളാക്കി മാറ്റി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബിയെ ആഘോഷിച്ചില്ല എങ്കിൽ, ആ തിരുനബിയുടെ വസന്തത്തെ നമ്മൾ കൊണ്ടാടിയില്ല എങ്കിൽ നമ്മളുടെ ഈമാൻ ആലോചിച്ചു നോക്കി, വെറും ആരാധനകളിലോ വെറും പ്രകടനങ്ങളിലോ പ്രവർത്തകളിലോ മാത്രമല്ല, പ്രവാചകനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഒരു ഈമാനുള്ള മനുഷ്യന് ആവശ്യമാണ്. അതിനെന്ത് വേണം? ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നടത്തിയ പരിവർത്തനത്തിന്റെ പടഹധ്വനി എന്തായിരുന്നു എന്ന് ഓരോ വിശ്വാസിയും പഠിപ്പിക്കണം, പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ലോകത്തിന് അടിമത്തമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യർക്ക് അസ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന ഇന്ത്യയിൽ പോലും മനുഷ്യന് എത്ര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇന്ന് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം. അവിടെയാണ് പ്രവാചകന്റെ പ്രസക്തി. മനുഷ്യന് മുഴുവനും വലിഞ്ഞു മുറുക്കിയിരുന്ന അടിമത്തത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചു കളഞ്ഞിട്ട് മനുഷ്യനെ സ്വതന്ത്രരായി ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കുക. ഖാദിസിയ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ കീഴടക്കിയ ഒരു സന്ദർഭം, അത് വലിയൊരു പ്രവിശ്യയാണ് ഖാദിസിയ എന്ന് പറയുന്നത്. അതിനെ കീഴടക്കിയതിനു ശേഷം റോമിന്റെ കീഴിലായിരുന്ന ആ പ്രവിശ്യയെ കീഴടക്കിയതിനു ശേഷം റോമിന്റെ അന്നത്തെ സൈന്യാധിപനായിരുന്ന റുസ്തും അയാള് മദീനയിലേക്ക് ആളയച്ചു. ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഒരു സംഘത്തെ ഞങ്ങളുടെ രാജ്യത്തേക്ക് അയക്കണം, റോമിലേക്ക് അയക്കണമെന്ന്. അങ്ങനെ അവിടെ ചർച്ചയായി. മുസ്ലിം റിപ്പബ്ലിക്കിൽ ആര് പോകണം, ആരൊക്കെ പോകണം? റുസ്തും എന്ന് പറഞ്ഞാൽ അന്നത്തെ റോം ഭരിച്ചിരുന്ന വലിയൊരു സൈന്യാധിപനാണ്. ലോകത്തറിയപ്പെട്ട ഇന്നത്തെ ലോക നേതാക്കന്മാരെ പോലുള്ള ഒരാളാണ് റുസ്തും. അയാളോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ, ഇസ്ലാമിന്റെ പ്രത്യേകതകൾ അയാളോട് പറഞ്ഞു കൊടുക്കാൻ ഒരു സംഘത്തെ അയക്കണമല്ലോ. മഹാനായ റബീഉ ബിൻ ആമിർ റളിയല്ലാഹു തആല എന്ന് പറയുന്ന മഹാനായ സ്വഹാബി വലിയ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യനാണ് റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഒരു സംഘമെന്നും റുസ്തുമിന്റെ അടുക്കലേക്ക് പോയിട്ട് അയാളെ വലുതാക്കാൻ പാടില്ല. അയാളെ വലിയ ആളാണെന്ന് അയാൾക്ക് തോന്നുന്നു, ലോകം അയാളെ അങ്ങനെ കാണുന്നു. പക്ഷെ ഇസ്ലാമിന്റെ മുമ്പിൽ റുസ്തും ഒന്നുമല്ല. റുസ്തും ഒരു ഭൗതികവാദി മാത്രമാണ്. പരിശുദ്ധ ഇസ്ലാം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മനുഷ്യന്റെ വിജയത്തിന് വേണ്ടിയുള്ള നിദാനമായ ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള ഈ മുസ്ലിമിന്റെ വക്താക്കൾ റുസ്തുമിനെ അങ്ങനെ വലിയ ആളായി കാണേണ്ട കാര്യമോ ബഹുമാനിക്കേണ്ട കാര്യമോ ഇല്ല. അതുകൊണ്ട് ഒരാൾ മാത്രം ചെന്നിട്ട് റോമിലേക്ക് എന്ന് റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ. എന്നാൽ ഒരാൾ ആര് പോകും? റബീഉ ബിൻ ആമിർ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്. കടന്നുപോയി. ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരാൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആർഭാടങ്ങളും എല്ലാം ഉപേക്ഷിച്ചു. ലളിതമായ വസ്ത്രം ധരിച്ചു, ഒരു ഒടിഞ്ഞ കുന്തമെടുത്തു, ഒരു പൊട്ടിയ പരിചയമെടുത്ത്, ഒരു സാധാരണ അറബിയുടെ വേഷത്തിൽ, ഒരു മുസ്ലിമിന്റെ വേഷത്തിൽ റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരാള് നിരായുധനായി കടന്നു പോകണം. കുന്തമോ പരിചയോ വാളോ അയാളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല.
പക്ഷേ റുസ്തുമിന്റെ കയ്യിൽ, മഹാനായ ആമിർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഇത് രണ്ടുമുണ്ട്. അദ്ദേഹം കടന്നു ചെന്നപ്പോൾ അവിടെ പറാവുകാരൻ പറഞ്ഞു, നിങ്ങൾ ഇത് രണ്ടും ഉപേക്ഷിക്കണം. മഹാനബി പറഞ്ഞു, സാധ്യമല്ല, എന്നാൽ എനിക്ക് റുസ്തുവിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്റെ വേഷം ധരിച്ചു കൊണ്ടുവന്നു, അതെന്റെ അഭിമാന വേഷമാണ്, ഇതൊരു മുസ്ലിമിന്റെ സാധാരണ രീതിയാണ്. ഞാൻ ഇങ്ങനെയേ കടന്നു പോവുകയുള്ളൂ കൊട്ടാരത്തിലേക്ക്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ വാതിൽ തുറന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകാം. റുസ്തും പറഞ്ഞു, കയറ്റിവിടുക, കൊട്ടാരത്തിലേക്ക് കടത്തിവിടുക. അങ്ങനെ ചെന്നു. റുസ്തും ചോദിച്ചു, നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറഞ്ഞാലും. മഹാനായ ആമിർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുകൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ. ഒരുപാട് ഇസ്ലാമിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. പക്ഷേ റുസ്തുമിന്റെ കൊട്ടാരത്തെ കിടുക്കുമാർ ഒരു സിംഹഗർജനം പോലെ ആമിർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുകൾ എന്തെന്നറിയുമോ? അല്ലാഹു ഇബ്തഅസനാ ലിനുഖ്രിജ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹ്. അല്ലാഹു തആല നമ്മെ നിയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടെന്നറിയുമോ? മനുഷ്യന്റെ അടിമകളായി മാറുന്നതിന് പകരം മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമകളായി മാറാൻ മനുഷ്യരെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടത്. അത് റുസ്തുമിന്റെ കരള് തകർക്കുന്ന ഒരു വാക്കായിരുന്നു. കാരണം അന്നും മനുഷ്യരെ അടിമകളായി വെച്ചിരുന്ന റുസ്തുമിനോടാണ് പറഞ്ഞത്, മനുഷ്യന്റെ അടിമകളല്ല മനുഷ്യനാവേണ്ടത്, മനുഷ്യൻ സത്താവായ അള്ളാഹുവിന്റെ അടിമകളായി മാറണം. അങ്ങനെ മനുഷ്യനെ പഠിപ്പിക്കുവാൻ മാത്രമല്ല, നിങ്ങൾക്കെല്ലാം ദുനിയാവിന്റെ ജീവിതം മാത്രമാണ്, ഇവിടുത്തെ ആർഭാടമാണ്, ഇവിടുത്തെ ആവേശമാണ്, ഇവിടുത്തെ മത്സരമാണ്, ഇവിടുത്തെ യുദ്ധങ്ങളാണ്. എന്നാൽ നാം മനുഷ്യരെ ക്ഷണിക്കുന്നത് അവിടേക്കല്ല റുസ്തുമേ, മറിച്ച് ഈ ദുനിയാവിന്റെ ഇടുക്കത്തിൽ നിന്ന്, സങ്കുചിതത്തിൽ നിന്ന് വിശാലമായ പരലോകത്തേക്ക് അങ്ങനൊരു ജീവിതം മനുഷ്യനുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനാണ് നമ്മെ നിയോഗിക്കപ്പെട്ടത്. മനോഹരമായ വാക്കുകൾ റുസ്തുമിനോട് പറയുകയാണ്. തീർന്നില്ല. ഒമിൻ ജൗരിൽ അദിയാനി ഇലാ അദാലത്തിൽ ഇസ്ലാം. പലവിധ മതങ്ങൾ ദുനിയാവിലുണ്ട്. അതെല്ലാം അക്രമത്തിന്റെ മതങ്ങളാണ്, അനീതിയുടെ മതങ്ങളാണ്, മനുഷ്യനെ ദൈവങ്ങളായി കാണുന്ന മതങ്ങളാണ്. അതിൽ നിന്നെല്ലാം മനുഷ്യനെ വിട്ടിട്ട് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന സാന്ത്വനമായ സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ രാജപാതയിലേക്ക് മനുഷ്യനെ നയിക്കുവാനാണ് നാം നിയോഗിക്കപ്പെട്ടത്. ഇതാണ് എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതെന്ന് റുസ്തും എന്ന് പറയുന്ന റോമിലെ അന്നത്തെ ലോക നേതാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ആമിർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുകൾ ഇതാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യ ദിനവും റബീഉൽ അവ്വലും കടന്നു വരുമ്പോൾ നമ്മൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കടന്നു വന്നത്? മനുഷ്യന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ. അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അനീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇരുളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പ്രകാശത്തിലേക്ക്, നീതിയിലേക്ക്, സത്യത്തിലേക്ക്. അത് ലോകത്ത് 23 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ട് അതെ, ഇതാ ദീന് പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ, ആ നീതിയുടെ, സത്യത്തിന്റെ, പ്രകാശത്തിന്റെ വക്താക്കളായി ജീവിച്ച പിൽക്കാലത്തുള്ളവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളായി മാറിയത്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമരസേനാനികൾ, ആ വിജയം വരിക്കുവാൻ തയ്യാറായ ടിപ്പു സുൽത്താനും മുഹമ്മദ് അലി ജൗഹറും ഷൗക്കത്ത് അലി ജൗഹറും ഇവർ മുഴുവനും ആരായിരുന്നു ചോദിച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മാതൃകയായി ജീവിച്ച മാനവികതയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക്താക്കളായിരുന്നു. അതാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മളുടെ സമരസേനാനികളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചവരുടെ പേരുകൾ പറയണം. കാരണം എന്താ? പുതിയ കാവ്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയുടെ ചരിത്രത്തിൽ അവരെല്ലാം മാറ്റപ്പെടുകയാണ്, അവരെല്ലാം വിസ്മരിക്കപ്പെടുകയാണ്. ഇന്ത്യയെ തീരെഴുതിയ, ഇന്ത്യയിൽ നിന്ന് മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ടവരെ ഇന്ത്യയുടെ പുതിയ സമര പോരാളികളായി പരിചയപ്പെടുത്തുന്ന ഒരു കാലത്ത്
പ്രവാചകന്റെ അധ്യാപനങ്ങൾ ശിരസാവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തായ ജീവിതം നയിച്ച് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവനും രക്തവും കൊടുത്ത ടിപ്പു സുൽത്താനെ പോലെ, മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, ഷൗക്കത്ത് അലി ജൗഹറിനെ പോലെ, ഒട്ടനവധി ആളുകളെ പോലെ, വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെ പോലെ, വക്കം അബ്ദുൽ ഖാദറിനെ പോലെയുള്ള സമര പോരാളികൾ അവരാരെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ വാക്കിൽ പറയാം, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ അനുയായികളായിരുന്നു. അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അവരുടെ മാനിഫെസ്റ്റോ ഖുർആനായിരുന്നു, അവരുടെ റോൾ മോഡൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു ഇസ്സത്തുള്ള മുസ്ലിമായി, അന്തസ്സുള്ള മുസ്ലിമായി, അഭിമാനമുള്ള മുസ്ലിമായി എന്നും നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ ഈ മനോഹരമായ സുദിനങ്ങൾ നമ്മളും ആഘോഷിക്കുകയും നമ്മളും അതിനെക്കുറിച്ച് പരിചയപ്പെടുകയും നമ്മളും അതിനെ ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് പോലെ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ വെട്ടൂർ കേന്ദ്ര ജമാഅത്തിന്റെ നേതൃത്വത്തിൽ 4 ഘടക ജമാഅത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാൻ ഈ പറഞ്ഞ 2 വിഷയത്തിനെയും മുന്നിൽ കണ്ടുകൊണ്ട്, ഒന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ വിളംബരം, മറ്റൊന്ന് നമ്മുടെ മഹാരാജ്യത്തിന്റെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം, അതിന്റെ വിളംബരം. ഇത് രണ്ടുമായി നമ്മുടെ വെട്ടൂർ കേന്ദ്ര ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നല്ലൊരു വാഹന ജാഥ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കുകയാണ്. ഒന്നാമതായി പറയാനുള്ളത്, അതിനുവേണ്ടി കുറച്ച് ഉസ്താദന്മാരും കുറച്ച് കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവും. അവരങ്ങ് നടത്തിക്കോട്ടും, ഞങ്ങൾ എല്ലാം സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറി നിൽക്കാനല്ല. നമ്മുടെ നാടിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് പ്രിയമുള്ളവർ. ഒന്ന്, നമ്മുടെ വെട്ടൂർ പ്രദേശത്തിന്റെ റാത്തിക്കൽ, അരിവാളം തുടങ്ങിയ നമ്മുടെ പാരമ്പര്യമായി വരുന്ന വെട്ടൂർ കേന്ദ്ര ജമാഅത്തുണ്ട്. ആ ജമാഅത്തിന്റെ ഐക്യതയ്ക്കും അതിന്റെ പരസ്പര സാഹോദര്യത്തിന്റെയും ഒരു പ്രതീകമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രദേശത്തുള്ള ആളുകളും അതിൽ അണിനിരക്കണം. അത് വളരെ സൗന്ദര്യാത്മകമായിരിക്കും, വളരെ മനോഹരമായിരിക്കും. നമ്മളുടെ നാടിന്റെ ഐക്യതയുടെ ഒരു പരിച്ഛേദമായി മാറണം നാളെ നടക്കുന്ന ആ വാഹന ജാഥ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കൂലേ? രണ്ട് കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ വിളംബര ജാഥ. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഇന്ന് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളും അതിനോടൊപ്പമാണ് എന്ന് ചേർന്ന് നിൽക്കുന്നത് എന്ന ഒരു പ്രഖ്യാപനം കൂടിയുള്ള 2 കാര്യം. 2 വീലർ ഉള്ളവർ 2 വീലറിൽ ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരത്തിന് നമ്മുടെ കേന്ദ്ര പള്ളിയിൽ കൂടിയാൽ അവിടെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജാഥയായി പുറപ്പെടാം. 2 വീലർ ഉള്ളവർ നടന്നാരും വരണ്ട. 2 വീലർ ആണെങ്കിൽ അങ്ങനെ, 3 വീലറിലാണ് അങ്ങനെ, 4 വീലറാണ് അങ്ങനെ. അപ്പോൾ ഫ്രണ്ടില് 2 വീലർ പോവുകയും അതിന്റെ പിറകിൽ 3 വീലർ, അതിന്റെ പിറകിൽ 4 വീലർ, അങ്ങനെ കാറുകൾ, അങ്ങനെയാണ് തർത്തീബാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വളരെ സമാധാനപരമായി, നമ്മൾ ആരോടും മത്സരിക്കുന്നതല്ല, നമ്മൾ ആരോടും സമരം നടത്തുന്നതല്ല, അല്ലെങ്കിൽ ഒരു പ്രതിഷേധമൊന്നുമല്ല. ഒന്ന്, സമാധാനത്തിന്റെ പ്രവാചകൻ, മാനവികതയുടെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആ വിളംബരമാണ്. അതിന്റെ സന്ദേശം ലോകത്തിന്, ആ സമാധാനത്തിന്റെ പ്രകാശം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. മറ്റൊന്ന്, നമ്മളുടെ അഭിമാനമായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം, അതിന്റെ സുദിനത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മളും അതിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുക. അതുമായി ബന്ധപ്പെട്ട കുറെ സന്ദേശങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ 4 മഹല്ലുകളുടെയും കൂട്ടായ്മയാണ് ഇൻഷാ അല്ലാഹ്. അതൊരു വളരെ മനോഹരമായി വൻ വിജയമായിരിക്കണം, സമാധാനപരമായിരിക്കണം. പ്രത്യേകിച്ച് അതിൽ നമ്മളെ ചെറുപ്പക്കാരും മക്കളൊക്കെ കൂടണം. പക്ഷേ കൂടുമ്പോൾ തന്നെ ഈ ബൈക്ക് റൈസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് വെല്ലുവിളിക്കുന്ന തരത്തിൽ, മറ്റുള്ളവരെ വിരട്ടുന്ന തരത്തിൽ, മറ്റുള്ളവർ കണ്ടാൽ അവർക്കൊരു അരാജകത്വമോ നമ്മോടോ നമ്മുടെ ആദർശത്തിനോടോ ഏതെങ്കിലും വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥയും ഉണ്ടാകാതെ വളരെ സംയമനത്തോടെ, സഹിഷ്ണുതയോടെ, സാഹോദര്യത്തോടെ ആ പരിപാടിയിൽ പങ്കെടുക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരമുള്ള സമയം നമ്മൾ കടപ്പുറത്തോ ജംഗ്ഷനുകളിലോ മാർക്കറ്റുകളിലോ വീടുകളിലൊക്കെ ഇരുന്ന് പാഴാക്കുന്ന സമയമായിരിക്കും അത്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, അതിനൊക്കെ അപ്പുറം പരിശുദ്ധമായ ദീനിന് വേണ്ടി നമ്മുടെ നേതാവ് നമ്മെ നാമാക്കി മാറ്റിയ ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആ ഒരു സായം സന്ധ്യ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4 മണിക്ക് എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ വെട്ടൂര് കേന്ദ്ര പള്ളിയിൽ തുടങ്ങി വെട്ടൂര് താഴെ വെട്ടൂര്, അവിടുന്ന് അതുവഴി ആശാമുക്ക്, അതുവഴി നേരെ പഞ്ചായത്ത് റോഡിൽ, അവിടെ നിന്ന് നേരെ മേലെ വെട്ടൂര്, പ്ലാവഴികം, പിന്നെ 1-ാം പാലം, അവിടെ നേരെ അരിവാളം പോയി നേരെ റാത്തിക്കൽ നമ്മുടെ പള്ളിയുടെ മുന്നിലാണ് വന്നിട്ട് അവസാനിക്കുന്നത്. ഒരു ചെറിയ യോഗത്തോടുകൂടി പ്രഭാഷണത്തോടുകൂടി അവസാനിക്കും. മഗ്‌രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് പരിപാടി അവസാനിക്കും. എന്നാണ് പരിപാടി? നാളെ 15 അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, ഒന്നും കൂടെ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉണ്ടാകണം, അണിനിരക്കണം. അള്ളാഹു സാഹോദര്യത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി സംയമിക്കാൻ, ചേർന്ന് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.